അർഹതയില്ലാത്തവന്റെ ക്ഷണം. ഒരിക്കൽ ഒരു വ്യാപാരി തൻ്റെ കൂട്ടുകാരനെ വിരുന്നിന് വിളിച്ചു. അവരുടെ വളർത്തു നായ്ക്കളും സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് വ്യാപാരിയുടെ നായ സുഹൃത്തിൻ്റെ നായയെയും ക്ഷണിച്ചു. നിന്റെ യജമാനന്റെ കൂടെ നീയും വരണം കേട്ടോ. തീർച്ചയായും, ക്ഷണിച്ചതിന് നന്ദി. കൂട്ടുകാരൻ്റെ നായ സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു. വ്യാപാരിയുടെ വീട്ടിലേക്ക് തൻ്റെ യജമാനനോടൊപ്പം ചെന്ന നായ അവിടുത്തെ അടുക്കളയിലെ ഒരുക്കങ്ങൾ കണ്ട് അമ്പരന്ന് നിന്നു. ഹോ, എത്ര തരം ഭക്ഷണങ്ങൾ! ഇതൊക്കെ തിന്നാൽ പിന്നെ 2-3 ദിവസത്തേക്ക് ഒന്നും കഴിക്കേണ്ട. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിന് എൻ്റെ സുഹൃത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. കൂട്ടുകാരൻ്റെ നായ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വാലാട്ടി അവിടെ നിന്നു. അത് അവിടുത്തെ പ്രധാന പാചകക്കാരൻ്റെ കണ്ണിൽപ്പെട്ടു. ദേ, അടുക്കളയിൽ ഒരു തെണ്ടിപ്പട്ടി, അടിച്ചോടിക്കതിനെ, അവൻ അലറി. മറ്റുള്ളവർ വിരുന്നുകാരൻ നായയെ അടുക്കളയിലിട്ട് പൊതിരെ തല്ലി. അത് കണ്ടു നിൽക്കാനേ വീട്ടുകാരൻ നായയ്ക്ക് കഴിഞ്ഞുള്ളൂ. യജമാനൻ്റെ കൂട്ടുകാരന് കിട്ടുന്ന പരിഗണന തൻ്റെ കൂട്ടുകാരന് കിട്ടില്ലെന്ന് അവര് അപ്പോഴാണ് മനസ്സിലായത്. അടികൊണ്ട് അവശനായ വിരുന്നുകാരൻ്റെ നായയെ പാചകക്കാർ ജനലിലൂടെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു. അവനെ കണ്ട് ആ തെരുവിലെ മറ്റു നായ്ക്കൾ ഓടിക്കൂടി. എങ്ങനെയുണ്ടായിരുന്നു വിരുന്ന്? അവർ ചോദിച്ചു. ഗംഭീരം. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് പറയാനാവില്ല. അവിടുന്ന് പുറത്തേക്ക് വരാൻ പെട്ട പാട്. ഏതു വഴിക്കാണ് ഞാൻ ഇവിടെ എത്തിയതെന്ന് പോലും എനിക്കറിയില്ല. സങ്കടം മറച്ചു വെച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അർഹതയില്ലാത്തവന്റെ ക്ഷണം സ്വീകരിച്ചാൽ അപമാനമാകും ഫലമെന്ന് അവൻ മനസ്സിലാക്കി.